സിനിമോസഫിയിലേക്ക് സ്വാഗതം. പലരുടെയും കൈകളിലൂടെ സഞ്ചരിക്കുന്ന, അവരുടെ ജീവിതത്തിൽ നിർണായക സംഭവങ്ങൾക്കും തീരുമാനങ്ങൾക്കും കാരണമാകുന്ന ഒരു വളയുടെ കഥയാണ് വള എന്ന സിനിമയുടെ വൺ ലൈൻ സ്റ്റോറി. എന്നാൽ അത് മാത്രമല്ല ഈ സിനിമ. ഒരു നാടിന്റെ രാഷ്ട്രീയ സാമുദായിക ചരിത്രവും വള എന്ന സിനിമ പറയുന്നുണ്ട്. 2015 നാദാപുരത്തിനടുത്തുള്ള തുണേരി എന്ന ഗ്രാമത്തിൽ നടന്ന രാഷ്ട്രീയ കലാപത്തിന്റെ കഥയാണ് ഒരു വളയിലൂടെ ഹർഷദ് മുഹാഷിനും പറയുന്നത്. പുറമേക്ക് കേവലമായ ഒരു വളയുടെ കഥയാണെങ്കിലും ഇന്നർ ലെയറായി ഒരുപാട് സംഗതികൾ പറഞ്ഞു പോകുന്ന സിനിമയാണ് വള. തുണേരി കലാപവും വള എന്ന സിനിമയും എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. സിനിമ കാണാത്തവർ വീഡിയോ കാണാതിരിക്കുന്നതാകും ഉചിതം. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഉണ്ട, പുഴു, കഠിനകഠോരം, ഈ അണ്ടകടാഹം തുടങ്ങിയ ഹർഷദ് എഴുതിയ എല്ലാ സിനിമകളും വ്യക്തമായ രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമകളാണ്. ഈ പറഞ്ഞ സിനിമകളിൽ ഉണ്ട തന്നെയാണ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ്. വളയും കൃത്യമായ രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമയാണ്. അധികം ആളുകളും സംസാരിക്കാനും ചർച്ചയ്ക്ക് വെക്കാനും മടിക്കുന്ന വിഷയമാണ് ഹർഷദ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പൊതുവെ ഇടത്, പ്രത്യേകിച്ച് CPM അനുകൂലമാണ് മലയാളത്തിലെ സാംസ്കാരിക നിരത്തുകളെല്ലാം. സിനിമയാകട്ടെ, സാഹിത്യമാകട്ടെ, നാടകമാകട്ടെ, എല്ലാം തന്നെ CPM നരേറ്റീവുകളെ തലോടുകയും പുതുക്കുകയും ചെയ്യുന്ന പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPMനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന സാഹിത്യ സൃഷ്ടികളൊന്നും അധികം മലയാളത്തിൽ വന്നിട്ടില്ല. അവിടെയാണ് വള വ്യത്യസ്തമാകുന്നത്. 2015 ജനുവരിയിൽ നാദാപുരത്തെ തുണേരി എന്ന ഗ്രാമത്തിലുണ്ടായ കലാപമാണ് വള എന്ന സിനിമയിലൂടെ ഹർഷദ് തുറന്നു കാട്ടുന്നത്. 2015 ജനുവരി 22 നടന്ന ഒരു രാഷ്ട്രീയ സംഘർഷത്തിൽ DYFI പ്രവർത്തകനായ ഷിബിൻ കൊല്ലപ്പെടുന്നു. ഇതേ തുടർന്ന് പ്രദേശത്ത് വൻ കലാപമാണ് നടന്നത്. മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ഷിബിനെ കൊലപ്പെടുത്തിയത്. എന്നാൽ അതിനു പകരമായി CPM പ്രവർത്തകർ പ്രദേശത്തെ മുസ്ലിം വീടുകൾ ലക്ഷ്യം വെച്ച് വ്യാപക കൊള്ളയും കൊള്ളിവെപ്പും നടത്തുകയായിരുന്നു. 72ഓളം വീടുകളാണ് CPM പ്രവർത്തകർ കൊള്ള ചെയ്തത്. നാദാപുരത്തെ രാഷ്ട്രീയ സാഹചര്യം അറിയാത്തവർക്ക് ഈ വാർത്ത ഞെട്ടലുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. നാദാപുരത്തുണ്ടാകുന്നത് കേവലം രാഷ്ട്രീയ സംഘർഷമല്ലെന്നും അതെല്ലാം വർഗീയ സംഘർഷങ്ങളാണെന്നും നാദാപുരത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അറിയുന്നവർക്ക് അറിയാം. എന്തായാലും അങ്ങനെയൊരു സാഹചര്യത്തിലാണ് 2015 നാദാപുരം കലാപവും അരങ്ങേറിയത്. നിരവധി വീടുകൾ കൊള്ളിവെക്കപ്പെട്ടു, കൊള്ള ചെയ്യപ്പെട്ടു, നിരവധി കുടുംബങ്ങൾക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അതുവരെ സമ്പാദിച്ചതെല്ലാം ഒരു രാത്രി കൊണ്ട് പലർക്കും നഷ്ടമായി. ഈ ഒരു സംഭവത്തെയാണ് ഹർഷദ് വളയിലൂടെ കാണിക്കുന്നത്. ആ കലാപത്തിൽ എല്ലാം നഷ്ടപ്പെടുന്നവനാണ് വിജയരാഘവന്റെ സൂപ്പി എന്ന കഥാപാത്രം. ഒരു ജന്മം കൊണ്ട് അദ്ദേഹം ഗൾഫിൽ നിന്ന് സമ്പാദിച്ചതെല്ലാം ഒരു രാത്രിയിൽ സൂപ്പിക്ക് നഷ്ടമായി. 2015 നാദാപുരം കലാപത്തെക്കുറിച്ചുള്ള വാർത്തകളിലൂടെ കടന്നു പോകുമ്പോൾ സൂപ്പിയെ പോലുള്ള നിരവധി ആളുകളെ നമുക്ക് കാണാനാകും. കൊള്ള ചെയ്ത സ്വർണവും പണവുമായി നിരവധി CPM പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്തെങ്കിലും കുറഞ്ഞ അളവിലുള്ള സ്വർണം മാത്രമേ പോലീസിന് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഉത്തരേന്ത്യയിൽ സംഘപരിവാർ നടത്തിയിരുന്ന മാതൃകയിലാണ് CPM കലാപം വഹിച്ചുവിട്ടതെന്നാണ് പല മാധ്യമങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്തത്. മുസ്ലിം വീടുകൾക്ക് ചുവപ്പ് മാർക്കിടുകയും അല്ലാത്ത വീടുകൾക്ക് കറുപ്പ് മാർക്കിടുകയും ചെയ്താണ് ക്രിമിനലുകൾ ഇരകളെ ടാർഗറ്റ് ചെയ്തത്. ദേശീയ തലത്തിലെന്ന് ഈ വാർത്ത ഇടം പിടിച്ചിരുന്നു. CPM അന്നുവരെ ഉയർത്തിയ സെക്യുലറിസ്റ്റ് കാഴ്ചപ്പാടിനേറ്റ അടിയായിരുന്നു 2015 തുണേരിയിൽ അരങ്ങേറിയത്. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. അംഗീകാരങ്ങൾക്ക് നൽകുന്ന പ്രതിഫലമായിട്ടാണ് സിനിമയിൽ വള കാണിക്കുന്നത്. ലോകത്ത് ആദ്യമായി പറക്കൽ പരീക്ഷണം നടത്തിയ മനുഷ്യനാണ് അബ്ബാസ് ഇബ്നു ഫിർനാസ്. ക്രിസ്തുവർഷം 810 ജനിച്ച ഫിർനാസ് പല മേഖലകളിൽ പ്രസിദ്ധനാണ്. പറക്കൽ പരീക്ഷണം നടത്തിയതിന് ആ രാജ്യത്തെ സുൽത്താൻ അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയതാണ് ഈ പ്രത്യേക വള എന്നാണ് സിനിമ പറയുന്നത്. ചരിത്രപരമായി അങ്ങനെയൊരു വള ഫിർനാസിന് ലഭിച്ചിട്ടുണ്ടോ, അത് സത്യമാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഫിർനാസ് എന്നൊരു ഗവേഷകൻ ജീവിച്ചിരുന്നിരുന്നു. സിനിമയിൽ പറയുന്ന പോലെ ആദ്യത്തെ പറക്കൽ പരീക്ഷണം നടത്തിയതും ഫിർനാസ് തന്നെയാണ്. ഈ വളയാണ് പിന്നീട് ഒരു അറബി വിജയരാഘവന്റെ കഥാപാത്രമായ സൂപ്പിക്ക് സമ്മാനിക്കുന്നത്. ആ വളയാണ് വീട്ടിൽ നിന്ന് കൊള്ള ചെയ്യപ്പെടുന്നതും പിന്നീട് സരളയുടെ കയ്യിലെത്തുന്നതും. സിനിമയുടെ തുടക്കത്തിൽ പറയുന്ന പോലെ എത്ര കാലമായാലും വള തിരികെ അതിന്റെ അവകാശികളിലേക്ക് തിരിച്ചെത്തും. ഒരിക്കലും ആ വള അപഹരിക്കാൻ കഴിയില്ല. പലരുടെയും കയ്യിലൂടെ സഞ്ചരിച്ച് അവസാനം ലുക്മാന്റെ കഥാപാത്രം ആ വള അതിന്റെ യഥാർത്ഥ അവകാശികളിലേക്ക് എത്തിക്കുന്നു. ഇതാണ് സിനിമയിൽ വളയുടെ കഥ. എന്നാൽ ഈ വളക്ക് സിനിമയിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം അതല്ല. നാദാപുരത്ത് നടന്ന കലാപത്തിലേക്കും അന്നു നടന്ന കൊള്ളയിലേക്കും വളയിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് എഴുത്തുകാരൻ. കലാപത്തിന്റെ അലയൊലികൾ വളരെ മിനിമലായി മാത്രമേ സിനിമ കാണിക്കുന്നുള്ളൂ. വളയെടുക്കുന്ന സംഭവം പോലും
കലാപമായിരുന്നുവെന്ന് വളരെ വൈകി മാത്രമേ പ്രേക്ഷകന് മനസ്സിലാവുകയുള്ളൂ. ആ സംഭവത്തെ സബ്ടെക്സ്റ്റായി നിലനിർത്തി വളയുടെ കഥ അല്പം ഇമോഷൻ ചേർത്ത് പറയുക എന്ന തീരുമാനത്തിൽ നിന്നുകൊണ്ടാണ് എഴുത്തുകാരനും സംവിധായകനും സിനിമ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഹിന്റുകൾ മാത്രമേ നാദാപുരം കലാപത്തിലേക്ക് എഴുത്തുകാരൻ നൽകിയിട്ടുള്ളൂ. കലാപം എന്ന പദം പോലും ഒരു തവണ മാത്രമേ സിനിമയിൽ ഉപയോഗിക്കുന്നുള്ളൂ. വടകരയിലേക്ക് പഠിക്കാൻ പോകുന്ന നായിക കഥാപാത്രം, ആ നാട്ടിലെ സ്ലാങ് തുടങ്ങിയ ചെറിയ ചെറിയ ഹിന്റുകൾ മാത്രമേ എഴുത്തുകാരൻ പ്രേക്ഷകർക്കായി നൽകുന്നുള്ളൂ. എന്നാൽ ആ കാര്യങ്ങളെയും സംഭവങ്ങളെയും കുറിച്ച് അറിയുന്നവർക്ക് സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാത്തവർക്ക് സാധാ സിനിമയായി മടുപ്പില്ലാതെ കണ്ടിരിക്കാനും കഴിയും. ഹർഷദ് എഴുതിയ എല്ലാ സിനിമകളുടെയും പ്രത്യേകത അതുതന്നെയാണ്. സിനിമയുടെ രാഷ്ട്രീയം ഒരിക്കലും അതിന്റെ ആസ്വാദനത്തെ ബാധിക്കുന്നില്ല. നാദാപുരവും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യവും അധികമാരും ചർച്ച ചെയ്യാറില്ല. പല കാരണങ്ങൾ കൊണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന കമ്മ്യൂണിറ്റിയാണ് നാദാപുരം മേഖലയിലുള്ളത്. CPM എന്നാൽ ഹിന്ദുക്കളുടെ പാർട്ടിയായും ലീഗ് എന്നാൽ മുസ്ലിങ്ങളുടെ പാർട്ടിയായിട്ടുമാണ് പൊതുവെ ആ മേഖലയിൽ വിലയിരുത്തപ്പെടുന്നത്. പുറത്തു നിന്നുള്ളവർക്ക് ഇത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമായിരിക്കും. എന്നാൽ നാദാപുരത്തുകാർക്കറിയാം അതാണ് സത്യമെന്ന്. മുസ്ലിം ജന്മികളും അവരുടെ ഭരണവുമാണ് ഇങ്ങനെയൊരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ കാരണമെന്ന് പറയപ്പെടുന്നുണ്ട്. കേരളത്തിൽ വേറെ ഒരിടത്തും ഇല്ലാത്തത്രത്തോളം മുസ്ലിം ജന്മിമാരുടെ ചരിത്രം നമുക്ക് നാദാപുരം മേഖലയിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയും. അധികാരഹുങ്കിലും സമ്പത്തിന്റെ ബലത്തിലും അവർ പലതും ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പാലേരി മാണിക്യത്തിലെ അഹമ്മദ് ആജിയൊക്കെ ഈ ഗണത്തിൽപ്പെടുന്നതാണ്. ഇവർക്കെതിരെ സമരം നയിച്ചത് പ്രദേശത്തെ CPM ആയിരുന്നു. ഈ സമരങ്ങളെല്ലാം പിന്നീട് വലിയ കലാപത്തിലേക്ക് വഴി നയിച്ചു. 1988 നടന്ന കലാപത്തിൽ 9 പേരാണ് കൊല്ലപ്പെട്ടത്. 2001 നടന്ന കലാപത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. 2015 നിരവധി വീടുകൾ കൊള്ളയടിക്കപ്പെട്ടു. 2015 നടന്നത് CPM നടത്തിയ മനഃപൂർവ്വമുള്ള അക്രമം തന്നെയായിരുന്നു. ലീഗുകാരുടെ വീടുകൾ എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയത്തിലും ഇല്ലാത്ത ആളുകളുടെ വീടുകളാണ് CPM കൊള്ളയടിക്കുകയും തകർക്കുകയും ചെയ്തത്. കൂടുതൽ പ്രവാസികളുടെ വീടുകളായിരുന്നു CPM പ്രവർത്തകർ ലക്ഷ്യം വെച്ചത് എന്നടക്കമുള്ള നിരവധി വാർത്തകൾ അന്ന് പുറത്തു വന്നിരുന്നു. ആ അക്രമത്തിന്റെ തുറന്നുകാട്ടലാണ് വള എന്ന സിനിമ. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും വള എന്ന സിനിമയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.